ഹായ് ചക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ എല്ലാവരും സുഖമായിട്ടും സേഫായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുന്നു വിചാരിക്കണം. നമ്മളും സുഖമായിട്ടിരിക്കുന്നു കേട്ടോ. അപ്പോൾ സ്കൂൾ തുറന്നിട്ടുള്ള നമ്മുടെ ആദ്യത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഞാൻ രാവിലെ തന്നെ ചായ കുടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ സ്കൂൾ തുറന്നുകൊണ്ട് തന്നെ അശ്വിന് സ്പെഷ്യൽ വേണം പറഞ്ഞുകൊണ്ട് നമ്മൾ ഇന്ന് വെക്കുന്നത് നമ്മുടെ സോയാബീൻ വെച്ചിട്ടുള്ള ചുക്കയും സോയാ ചുക്കയും അതുപോലെ തേങ്ങാച്ചോറുമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ സോയയൊക്കെ ഒന്ന് വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് വരുമ്പോഴേക്കും നമ്മുടെ സോയ നല്ലപോലെ ഒന്ന് കുതിർന്ന് വരുമല്ലോ. അപ്പോൾ ഞാൻ നമ്മുടെ സോയ 2-3 പ്രാവശ്യം നല്ലപോലെ ഒന്ന് കഴുകിയെടുത്തതിന് ശേഷം പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുതിർത്ത് വയ്ക്കുന്നത്. ചുടുവെള്ളത്തിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ വയ്ക്കുക, പക്ഷേ ഞാൻ എപ്പോഴും പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് നമ്മുടെ സോയ കുതിർത്ത് വെക്കാറുള്ളത്. നമ്മൾ കഴുകിയതിന് ശേഷം ഇതുപോലെ ഒരു പ്ലേറ്റ് വെച്ചിട്ടാക്കുകയാണെങ്കിൽ അതിലുള്ള എല്ലാ വെള്ളവും നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് തന്നെ നമുക്ക് ഒഴിച്ച് കളയാൻ പറ്റും കേട്ടോ. പിന്നെ അതിന് ശേഷം നല്ല വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് റെഡിയാക്കി വരുമ്പോഴേക്കും തന്നെ നമ്മുടെ സോയ നല്ലപോലെ ഒന്ന് കുതിർന്ന് വരും കേട്ടോ. അപ്പോൾ ഞാൻ എടുത്തിരിക്കുന്നത് ചെറിയ സോയയാണ്. നമ്മൾ ചുക്ക ഉണ്ടാക്കുന്ന സമയത്ത് ചെറിയ സോയ എടുക്കുന്നതാണ് കേട്ടോ നല്ലത്. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ അതിൽ മസാലയൊക്കെ പോയിട്ട് നല്ല ടേസ്റ്റായിരിക്കും. വേഗം തന്നെ അതെല്ലാം നമ്മുടെ മസാല നമ്മുടെ സോയയിലേക്ക് നല്ലപോലെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റായിരിക്കും കേട്ടോ. വലിയ സോയ ആണെങ്കിൽ ഒന്ന് മുറിച്ചെടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഞാൻ ചെറിയ സോയ വെള്ളത്തിലിട്ട് വെച്ചു. അതിന് ശേഷം നമ്മളൊരു 4 വലിയ ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഈ ചുക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് കുറച്ച് മസാലയുടെ ആവശ്യം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരു 4 വലിയ ഉള്ളി വേണം കേട്ടോ. അപ്പോഴാണ് നല്ലപോലെ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ ഞാനത് നല്ലപോലെ തന്നെ നൈസായിട്ടൊന്ന് അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ. നല്ല നൈസായി തന്നെ നമുക്കിത് അരിഞ്ഞെടുക്കാം. അതിനുശേഷം നമ്മളൊരു ചീൻചട്ടി വെച്ച് കൊടുത്ത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് ഞാൻ കുറച്ച് പെരുംജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം നമ്മളിതിലേക്ക് നമ്മൾ അരിഞ്ഞ് മാറ്റി വെച്ചിട്ട് നമ്മുടെ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 4 വലിയ ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി വരണം കേട്ടോ. നമ്മുടെ ഈ ചുക്കയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് മാക്സിമം നമ്മുടെ ഉള്ളി എത്രത്തോളം വഴറ്റിയെടുക്കാൻ നമുക്ക് പറ്റുമോ അത്രത്തോളം വഴറ്റിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ നമ്മുടെ ചുക്കയ്ക്ക് നല്ല ടേസ്റ്റും ഉണ്ടാവും. അത് നല്ല കുഴഞ്ഞ പരുവത്തിൽ ഇരിക്കുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളി വഴറ്റാൻ വയ്ക്കുന്ന നേരം കൊണ്ട് തന്നെ ഞാൻ വേഗം ഇതിലേക്കുള്ള കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. എന്നിട്ട് ഉള്ളി എല്ലാം ആയി, ഇഞ്ചി വെളുത്തുള്ളി എല്ലാം ആയിട്ട് നമ്മളിത് വഴറ്റാൻ നിൽക്കുമ്പോൾ എന്താ പറയുക സമയം ഒരുപാട് പോകും. അപ്പോൾ നമ്മൾ ഇതെല്ലാം റെഡിയാക്കുമ്പോഴേക്കും തന്നെ നമ്മുടെ ഉള്ളി നല്ലപോലെ വഴണ്ടി വരും കേട്ടോ. അപ്പോൾ ഉള്ളി വഴറ്റാനിട്ടതിന് ശേഷം ഞാൻ ഇതിലേക്കുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇപ്പോൾ കുറച്ച് ദിവസമായിട്ട് മഴയൊന്നും ഇല്ല അല്ലേ. അപ്പോൾ ചെറുതായിട്ട് രാവിലെ ഒന്നൊരു മഴ പാറ്റി, പക്ഷേ പെയ്തൊന്നുമില്ല കേട്ടോ. അപ്പോൾ മഴ പോകുമ്പോഴേക്കും തന്നെ നല്ല ചൂടാണ് അല്ലേ. അപ്പോൾ ഞാൻ പുറത്ത് വന്ന് നോക്കിയതാണ് കേട്ടോ. മഴ പാറ്റും പോലെ തോന്നിയിട്ട് നോക്കുമ്പോൾ മഴയൊന്നും പാറ്റിയിട്ടില്ല. അങ്ങനെ നമ്മുടെ സൗണ്ടൊക്കെ അവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ അക്ഷയ എല്ലാവിടെയും ഒന്ന് അടിച്ചെടുക്കാൻ പറഞ്ഞിട്ട് പോവുകയാണ്. അപ്പോൾ സൗണ്ടുവിന് എന്തോ കൊടുക്കാൻ പോകണം പറഞ്ഞിട്ട് അക്ഷയുടെ കൂടെ പോവുകയാണ് കേട്ടോ. പിന്നെ അത് കഴിഞ്ഞ് വന്ന് ഞാൻ വേഗം തന്നെ നമ്മുടെ ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. മാക്സിമം നമുക്ക് എത്രത്തോളം നല്ലപോലെ വഴറ്റിയെടുക്കാൻ പറ്റുന്നോ അത്രത്തോളം വഴറ്റിയെടുക്കുക കേട്ടോ. ഇതിലും കൂടുതൽ കളറുണ്ട് കേട്ടോ നമ്മുടെ ഉള്ളി വഴറ്റിയത്, പക്ഷേ കാണുമ്പോൾ കളർ കമ്മിയായിട്ട് തോന്നുകയാണ്. നല്ലപോലെ നമുക്കിത് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ല ബ്രൗണിഷ് ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾക്കിത് എടുക്കാം. ഞാൻ അത്രയ്ക്ക് ബ്രൗൺ ആക്കി എടുക്കുന്നില്ല കേട്ടോ. പിന്നെ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ 1 സ്പൂണ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒരു 3-4 പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ എല്ലാത്തിൻ്റെ നല്ലപോലെ തന്നെ പച്ചമണം മാറി. അപ്പോൾ ബാക്കിയുള്ള സമയം കൊണ്ട് തന്നെ നമ്മുടെ ഉള്ളി കുറച്ചുകൂടെ നന്നായിട്ട് തന്നെ വഴണ്ട് വരും കേട്ടോ. ഈ സമയത്തൊക്കെ നമ്മൾ തീയെ അത്യാവശ്യം കുറച്ച് തന്നെ വെക്കണം കേട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ നമ്മുടെ ഉള്ളി കരിഞ്ഞു പോകും. അപ്പോൾ ഞാനിതൊന്ന് വഴറ്റി കൊടുത്തതിന് ശേഷം ഇതിൻ്റെ പച്ചമുളകെല്ലാം മാറിയതിന് ശേഷം ഒരു തക്കാളി എടുക്കുന്നുണ്ട് കേട്ടോ. വലിയ തക്കാളി ആയ കാരണം ഒരു തക്കാളി എടുക്കണത്, ചെറിയ തക്കാളിയാണ് ഒരു 2 എണ്ണം എടുക്കാം കേട്ടോ. ഇതുകൂടെ ചേർത്ത് നല്ലപോലെ തന്നെ ഒന്ന് വഴറ്റി എടുക്കുന്നുണ്ട്. ഇനി നമ്മുടെ തക്കാളി നല്ലപോലെ തന്നെ വഴണ്ട് ഒന്ന് കുഴഞ്ഞ് വരണം കേട്ടോ. അപ്പോൾ ഞാനിതൊന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ ഇട്ട് വെക്കുന്നുണ്ട്. നല്ലപോലെ തന്നെ നമ്മുടെ തക്കാളിയൊക്കെ കുഴഞ്ഞ് വരണം കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ തക്കാളി ഏകദേശമൊക്കെ നല്ലപോലെ കുഴഞ്ഞ് വന്നിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ തക്കാളി വേണമെങ്കിൽ നമുക്കൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ പെട്ടെന്ന് തന്നെ വഴണ്ടി കിട്ടും. അപ്പോൾ ഞാനൊന്ന് വഴണ്ടി വന്നു കഴിഞ്ഞാൽ ഇതുപോലെ നല്ലപോലെ ഒന്ന് നമ്മുടെ തക്കാളി ഉടച്ച് കൊടുത്തതിന് ശേഷം വീണ്ടും കുറച്ച് നേരം ചെറിയ തീയിൽ വെക്കുമ്പോൾ നല്ലപോലെ തന്നെ വെന്ത് വരും കേട്ടോ. പിന്നെ ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കുക. കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു സ്പൂണ് മുളക് പൊടി, കുറച്ച് നമ്മുടെ കാശ്മീരി മുളക് പൊടി, ഒരു കുഞ്ഞ് സ്പൂണിന് 1 സ്പൂണ്
നമ്മുടെ മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി അധികം ചേർക്കേണ്ട ആവശ്യമില്ല. മല്ലിപ്പൊടി വേണമെങ്കിൽ തന്നെ ചേർത്താൽ മതി, പക്ഷേ ഞാനൊരു അര സ്പൂൺ ചേർത്തിട്ടുണ്ട് കേട്ടോ. ഇതെല്ലാം ചേർത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് ചെറിയ തീയിൽ വെച്ചിട്ട് നമ്മുടെ എന്താ പറയുക, ഇതിൻ്റെ പച്ചമണമൊക്കെ മാറുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കുക കേട്ടോ. നല്ലപോലെ പച്ചമണം മാറിയതിന് ശേഷം വേണം നമ്മൾ ബാക്കിയുള്ള ഐറ്റംസൊക്കെ ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അടച്ച് വെച്ചിട്ട് നമ്മളിത് ചെറിയ തീയിൽ വെക്കുന്ന സമയത്ത് നല്ലപോലെയൊക്കെ എണ്ണ തെളിഞ്ഞ് പച്ചമണമൊക്കെ മാറി നല്ല കറക്റ്റായി തന്നെ വരും കേട്ടോ. ഇപ്പം നല്ലപോലെ എണ്ണയൊക്കെ തെളിഞ്ഞ് പച്ചമണമൊക്കെ മാറി നല്ലപോലെ വന്നിട്ടുണ്ട്. നമ്മുടെ സോയയിൽ ടേസ്റ്റ് കൂട്ടാൻ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് നമ്മുടെ പുതിനയില കേട്ടോ. പുതിനയില നിങ്ങൾ ചേർക്കാൻ മറക്കരുത്. പുതിന ചേർക്കുമ്പോൾ നമ്മുടെ സോയയ്ക്ക് ശരിക്കും ഒരു ചിക്കൻ്റെ ടേസ്റ്റ് വരും കേട്ടോ. നമ്മളിതിൽ പുതിനയില ചേർക്കുമ്പോഴാണ് കേട്ടോ ശരിക്കും ആ ഒരു ചിക്കൻ്റെ ടേസ്റ്റ് നമുക്ക് കിട്ടുന്നത്. ശരിക്കും പറയുന്നത് നമ്മൾ ചിക്കൻ മസാലയൊക്കെ ചേർക്കുമ്പോഴൊന്നും നമ്മുടെ സോയയ്ക്ക് ഈ ഒരു ടേസ്റ്റ് വരണമെന്നില്ല. പക്ഷേ എല്ലാവരും പറയും കേട്ടോ സോയ വെക്കുമ്പോൾ ചിക്കൻ കറി പോലെ ടേസ്റ്റ് ഉണ്ടാവുന്ന. പക്ഷേ നമുക്ക് എല്ലാം ചെയ്ത് വെച്ചാൽ അതൊരു ചിക്കൻ കറിയുടെ ടേസ്റ്റായിട്ട് തോന്നിയിട്ടില്ല. പക്ഷേ നമ്മൾ പുതിന ചേർത്ത് വെക്കുകയാണെങ്കിൽ ആ ഒരു ടേസ്റ്റ് എന്തായാലും നമ്മുടെ കറിക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ചേർത്താൽ മതി. ടേസ്റ്റ് കൂടുതലാണ് വേണ്ടി അധികം ചേർത്ത് കഴിഞ്ഞാൽ ഓവർ കുത്തലാകും കേട്ടോ. അപ്പോൾ ഒരു കുഞ്ഞ് പിടി കണ്ടുമല്ലോ എത്രയും ഞാൻ ചേർത്തിട്ടുണ്ടാകുന്നു, അത്ര മാത്രം മതിയാവും കേട്ടോ. അതിൻ്റെ ഒരു ഫ്ലേവർ പറഞ്ഞാൽ ഭയങ്കരമാണ് കേട്ടോ. എന്ത് ചേർക്കാൻ മറന്നാലും നിങ്ങൾ പുതിന ചേർക്കാൻ മറക്കരുത് കേട്ടോ. പുതിന ചേർക്കുമ്പോൾ നമ്മുടെ സോയയ്ക്ക് ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മൾ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്ത് ഒന്നുകൂടെ മിക്സ് ചെയ്ത് എണ്ണയൊക്കെ തെളിഞ്ഞ് വരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ എണ്ണയൊക്കെ തെളിഞ്ഞ് നല്ലപോലെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കഴുകി മാറ്റി വെച്ചിട്ടുള്ള നമ്മുടെ സോയ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ സോയ നല്ലപോലെ കുതിർന്ന് വന്നിട്ടുണ്ട് കേട്ടോ. 10-15 മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ നമ്മുടെ സോയ നല്ലപോലെ കുതിർന്ന് വരും. ചെറിയ സോയ എടുക്കണം ഏറ്റവും നല്ലത് കേട്ടോ. അതാകുമ്പോൾ എന്താ പറയുക നല്ലപോലെ നമ്മുടെ മസാലയൊക്കെ അതിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. ഇത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മളിതിൽ ഇത്ര നേരമായിട്ട് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ നമുക്ക് സോയയ്ക്കും കൂടി വേണ്ടി അതുപോലെ മസാലയ്ക്കും കൂടി വേണ്ടിയിട്ടുള്ള ഉപ്പൊക്കെ ഒന്ന് ചേർത്ത് വെച്ച് കൊടുത്തതിന് ശേഷം നല്ലപോലെ തന്നെ കൂട്ടി വെച്ചിട്ട് ചെറിയ തീയിൽ കുറച്ച് നേരം അങ്ങനെ വേവിച്ചെടുക്കണം കേട്ടോ. അപ്പോഴാണ് നന്നായിരിക്കും നമ്മുടെ സോയയുടെ ഉള്ളിലേക്ക് മസാലയൊക്കെ കയറിയിട്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ചെറുതായി അരിഞ്ഞിട്ടുള്ള കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് വെച്ച് അതൊന്ന് അടച്ച് വെച്ചിട്ട് ചെറിയ തീയിൽ വെക്കുന്നുണ്ട് കേട്ടോ. കുറച്ച് നേരം കഴിഞ്ഞ് നമ്മൾ ഓപ്പൺ ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അങ്ങനെ കുറച്ച് നേരം ഇതുപോലെ ചെറിയ തീയിൽ വെച്ച് മിക്സ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ നമ്മുടെ സോയ ചുക്ക നല്ലപോലെ തന്നെ ചൂരുണ്ട് നല്ല സൂപ്പറായിട്ട് കിട്ടും കേട്ടോ. അപ്പോൾ കുറച്ച് നേരം ഇങ്ങനെ ചെറിയ തീയിൽ വെക്കണം. അതിനുശേഷം നമുക്ക് കുറച്ച് സാധനങ്ങളൂടെ നമ്മുടെ സോയയിൽ ചേർക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് നമ്മളിത് ഓപ്പൺ ചെയ്തിട്ട് ഇളക്കി കൊടുക്കണം കേട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ അടുക്കി പിടിച്ച് കറുകിയ പോലെയാകും, നല്ല സോഫ്റ്റ് ഉണ്ടാവില്ല നമ്മുടെ സോയയ്ക്ക്. അപ്പോൾ ഇതുപോലെ ഓപ്പൺ ചെയ്യുക, ഇടയിൽ ഇളക്കി മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് ഉപ്പ് കുറവായ കാരണം കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അശ്വിന് സ്കൂളിലേക്ക് പോകാനല്ല കുളിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളമൊക്കെ ഞാനൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റത് കൊണ്ട് തന്നെ തണുപ്പ് പറഞ്ഞിട്ട് ചൂടുവെള്ളം വേണമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഒരു ലൈറ്റ് ചൂടിലാകുമ്പോൾ അവർക്ക് കുളിക്കാനൊരു സുഖം ഉണ്ടാകുമല്ലോ. അപ്പോൾ ഞാൻ അതിനുള്ള വെള്ളമൊക്കെ ഒന്ന് റെഡിയാക്കി എടുക്കുകയാണ് കേട്ടോ. ഇനി നമ്മുടെ സോയ ചെറിയ തീ കിടന്ന് അങ്ങനെ ഒന്ന് റെഡിയായി വരട്ടെ കേട്ടോ. അപ്പോൾ ആ സമയം കൂടെ നമുക്ക് ബാക്കിയുള്ള ജോലികളൊക്കെ ഒന്ന് ചെയ്തെടുക്കാൻ പറഞ്ഞിട്ടാണ്. അപ്പോൾ കുറേ നേരമായി നമ്മുടെ സോയ ചെറിയ തീയിൽ അങ്ങനെ ഇരിക്കാൻ തുടങ്ങിയിട്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുറച്ച് നമ്മുടെ ഗരം മസാല ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്ത് നല്ലപോലെ തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നല്ലപോലെ മിക്സ് ചെയ്തെടുത്ത് കുറച്ച് നേരം കൂടെ അങ്ങനെ വെക്കുന്നുണ്ട് ചെറിയ തീയിൽ നമ്മുടെ കുരുമുളകൊക്കെ ഒന്ന് പിടിച്ച് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ സോയ നല്ലപോലെ ഇളക്കി ഉലർത്തി എടുക്കുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോയ ചുക്ക റെഡി ആയിട്ടുണ്ട്. ലാസ്റ്റ് നമുക്കിതിലേക്ക് കുറച്ച് ഗരം മസാലയില്ല കുറച്ച് മല്ലിത്തല കൂടെ ചേർത്ത് കഴിഞ്ഞാൽ റെഡിയാകും കേട്ടോ. അപ്പോൾ നിങ്ങൾ നമ്മുടെ ഈ പുതിനയില മസ്റ്റായിട്ട് ചേർത്താൻ നോക്കണം കേട്ടോ. അത് ചേർക്കുമ്പോഴാണ് നമ്മുടെ കറിക്ക് ഒരു ടേസ്റ്റ് കൂടുതലായിട്ടുണ്ടാവുക. ഇപ്പോൾ നമ്മുടെ സോയ ചുക്ക റെഡി ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ തേങ്ങാച്ചോറിൻ്റെ കൂടിക്കാൻ ഭയങ്കര ടേസ്റ്റാണ്. പിന്നെ ഇതിലേക്ക് നിങ്ങൾക്ക് തേങ്ങാക്കൊത്തൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ തേങ്ങാക്കൊത്തൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല. തേങ്ങാക്കൊത്ത് ചേർക്കുകയാണെങ്കിൽ ഒന്നുകൂടെ ടേസ്റ്റ് കൂടാൻ സാധ്യത കൂടുതലാണ് കേട്ടോ. അപ്പോൾ വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ മസാലയ്ക്ക് വേണ്ടിയിട്ടുള്ള മസാല നല്ലപോലെ വഴറ്റി എണ്ണയൊക്കെ തെളിയും വരെ എടുത്ത് അതിലേക്ക് സോയൊക്കെ ചേർത്തെടുക്കുകയാണെങ്കിൽ നല്ല സൂപ്പറായിട്ടുള്ള സോയ ചുക്ക റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല റൈസിൻ്റെ കൂടെയും അതുപോലെ തന്നെ തേങ്ങാച്ചോറിൻ്റെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ സോയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ കുട്ടികൾ കണ്ടോ അക്ഷയ് നേരത്തെ എണീറ്റിട്ടുണ്ട്. പിന്നെ നമ്മുടെ റൗലിക്കുട്ടി ഉണ്ട് കേട്ടോ. അപ്പോൾ അവർ രണ്ടാളും കൂടെ TV കാണുകയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഇനി നമുക്ക് എന്താ പറയുക ഇതിന് നമ്മുടെ തേങ്ങാച്ചോറിന് ഒന്നുകൂടെ ടേസ്റ്റ് കൂടുതൽ കിട്ടുന്നത്
പപ്പടം കൂടെ കാച്ചിയെടുക്കുമ്പോഴാണ് കേട്ടോ. അപ്പോൾ പപ്പടവും തേങ്ങാച്ചോറും അതുപോലെ തന്നെ നമ്മൾ സോയയും കൂടെ കഴിക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പപ്പടം വാങ്ങിയിട്ട് വരാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതുകൂടെ ഒന്ന് കാച്ചിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അത് മാത്രമല്ല നമുക്ക് കുറച്ച് മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഏട്ടൻ മുറിച്ച് തരാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അവിടെ വെച്ചാൽ ഞങ്ങൾ ആരും മുറിക്കാൻ കൂട്ടാക്കില്ല. അപ്പോൾ ഞാൻ തന്നെ കൈയോടെ മുറിച്ച് തരാൻ പറഞ്ഞിട്ട് മാങ്ങ മുറിച്ച് തരുകയാണ് കേട്ടോ. അപ്പോൾ ആ നേരം കൊണ്ട് ഞാൻ വേഗം പപ്പടം ഒന്ന് കാച്ചിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. മാങ്ങ കുഴപ്പമൊന്നുമില്ല കേട്ടോ, ടേസ്റ്റൊക്കെ ഉണ്ടായിരുന്നു. ഇത്തിരി പുളിപ്പും മധുരമൊക്കെ ആയിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതും ഒരു കഷ്ണം അങ്ങോട്ട് കഴിച്ചു. പിന്നെ നമ്മൾ തേങ്ങാച്ചോറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ രാവിലെ തന്നെ ഒരു ഏടാകൂടം ആയിരുന്നു കേട്ടോ. എന്താ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ട്രൈബോർഡ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വീഡിയോ എടുക്കാൻ വരുന്ന സമയത്താണ് ട്രൈബോർഡ് നമ്മൾ എടുക്കാറില്ലല്ലോ, അങ്ങനെ എടുത്ത് നോക്കുമ്പോണ്ട് അതിൻ്റെ ആ ഒരു ഇത് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു കേട്ടോ, നമ്മൾ ക്ലാമ്പ്. അപ്പോൾ അത് പൊട്ടിപ്പോയത് കൊണ്ട് തന്നെ നമുക്കതിൽ നമ്മുടെ ഫോൺ വെച്ച് സെറ്റ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു കേട്ടോ. അപ്പോൾ നമുക്ക് തേങ്ങാച്ചോറ് രാവിലെ തന്നെ ചോറ് വെക്കണമല്ലോ. പിന്നെ പോരാത്തതിന് അശ്വിന് സ്കൂളിലേക്ക് ചോറ് കൊണ്ടുപോകണം, ഏട്ടന് ചോറ് കൊണ്ടുപോകണം. അതുകൊണ്ട് തന്നെ നമുക്ക് തേങ്ങാച്ചോറ് റെസിപ്പി കാണിക്കാൻ പറ്റിയിട്ടില്ല കേട്ടോ. നമ്മൾ തേങ്ങാച്ചോറിൻ്റെ റെസിപ്പി നമ്മുടെ ചാനലിൽ ഇട്ടിട്ടുണ്ട്, പക്ഷേ അത് ഞാൻ ഇന്ന് രണ്ടും കൂടെ കാണിക്കാൻ പറഞ്ഞിട്ടായിരുന്നു കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ രാവിലെ തന്നെ ഇങ്ങനെ ഒരു ബുദ്ധിമുട്ടായ കാരണം രാവിലെ തന്നെ പിന്നെ അതിനൊരുപാട് സമയം വേസ്റ്റ് ചെയ്യാണ്ട് തേങ്ങാച്ചോറ് അങ്ങനെ വെക്കുകയാണ് കേട്ടോ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് എങ്ങനെ വെച്ചു എന്ന് നമുക്ക് ഒന്ന് പറയാം അല്ലേ. അപ്പോൾ ആദ്യം നമ്മൾ വെള്ളം വെച്ച് തിളപ്പിക്കാൻ വെക്കണം കേട്ടോ. അപ്പോൾ വെള്ളത്തിൻ്റെ അളവ് എന്ന് പറയുന്നത് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്കിലാണ് കേട്ടോ നമ്മൾ എടുക്കേണ്ടത്. അങ്ങനെ നമ്മൾ എത്ര ഗ്ലാസ് അരി എടുത്തോ അതിനനുസരിച്ചുള്ള വെള്ളം വെക്കുക. അത് തിളയ്ക്കുന്ന സമയം കൊണ്ട് നമ്മുടെ അരിയൊക്കെ നല്ലപോലെ കഴുകി എടുത്തതിന് ശേഷം 2 ഗ്ലാസ് അരിക്ക് ഒരു മുറി കൂടുതൽ തേങ്ങ ചേർക്കുക കേട്ടോ. തേങ്ങ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കുക കേട്ടോ. എത്രത്തോളം തേങ്ങയും ചെറിയുള്ളിയും നമ്മുടെ അരിയിൽ ചേർക്കുന്നു അത്രത്തോളം നമ്മുടെ തേങ്ങാച്ചോറിന് ടേസ്റ്റ് കൂടുതലായിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ അരമുറി കൂടുതൽ തേങ്ങ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു കൈപ്പിടി നിറയെ ചെറിയുള്ളി ചെറുതായി ചെറുതല്ല നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരുപാട് ചെറുതായിട്ട് അരിയരുത്, ഒരുവിധം വലുപ്പത്തിൽ തന്നെ ഒരു മീഡിയം സൈസിൽ അരിഞ്ഞിട്ട് നമ്മൾ ചെറിയുള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിലൊരു 1/2 സ്പൂണ് വെന്തയം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. വെന്തയം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമാണെങ്കിൽ 1 സ്പൂൺ വരെ ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 സ്പൂണേ ചേർത്തിട്ടുള്ളൂ കേട്ടോ. അതുകൂടെ ചേർത്ത് നമ്മുടെ അരി കഴുകിയതിലേക്ക് നമ്മുടെ തേങ്ങ, അതുപോലെ നമ്മുടെ ചെറിയുള്ളി, വെന്തയം, ഉപ്പ് എല്ലാം കൂടെ ചേർത്ത് നല്ലപോലെ തന്നെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ വെള്ളം തിളയ്ക്കുന്ന സമയത്ത് അതിലേക്ക് ചേർത്ത് അരി ചേർത്തതിന് ശേഷം നമ്മുടെ വെള്ളം നല്ലപോലെ ഒന്ന് തിളച്ചതിന് ശേഷം നമ്മളത് നമ്മുടെ റൈസ് കുക്കറിൽ ഇറക്കി വെക്കണം കേട്ടോ. റൈസ് കുക്കറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് നമുക്ക് 1 ഗ്ലാസ് അരിക്ക് 3 ഗ്ലാസ് വെള്ളം എന്ന കണക്ക് പാകമാണ് കേട്ടോ. കറക്റ്റായി തന്നെ വെന്ത് കിട്ടും. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു 1/2 ഗ്ലാസ് കൂടുതൽ ഒഴിക്കുക. എന്താ പറഞ്ഞാൽ ചില മട്ടരികൾക്ക് വേവ് കൂടുതലായിരിക്കും, അപ്പോൾ അതിനനുസരിച്ച് വെള്ളം ചേർക്കാൻ മറക്കരുത് കേട്ടോ. മാക്സിമം നമ്മൾ 1 ഗ്ലാസ്സിന് 3 ഗ്ലാസ്സാണ് ചേർക്കാറുള്ളത്. അപ്പോൾ ഞാൻ അതുപോലെ ചേർത്ത് ഒരു 1.5 മണിക്കൂർ നമ്മൾ സാധാരണ നമ്മുടെ മട്ടേരി വേവിക്കാൻ എത്ര സമയം എടുക്കുമോ അത്ര സമയം തന്നെ മതിയാകും കേട്ടോ. നമ്മുടെ റൈസ് കുക്കറിൽ അരി വെന്ത് വരാൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മുടെ തേങ്ങാച്ചോറ് റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾ കുക്കറിലാണ് വെക്കുന്നതെങ്കിൽ ഇതുപോലെ ചെയ്തതിന് ശേഷം മട്ടേരിക്ക് എത്ര വിസിൽ വേണ്ടി വരുന്ന നിങ്ങൾക്കറിയാലോ. അപ്പോൾ ആ വിസിലെടുത്ത് നല്ലോണം പ്രഷർ പോയതിന് ശേഷം ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ തേങ്ങാച്ചോറ് റെഡിയാകും കേട്ടോ. അപ്പോൾ ഞാൻ ഇത് 2 റെസിപ്പി നിങ്ങൾക്ക് കാണിക്കാമെന്ന് വിചാരിച്ചാണ്. രാവിലെ തന്നെ നമ്മുടെ ട്രൈബോർഡ് കംപ്ലൈൻ്റ് ആയ കാരണമാണ് അത് നമുക്ക് കാണിക്കാൻ പറ്റാണ്ടിരുന്നത് കേട്ടോ. പിന്നെ അതിന് ഏട്ടൻ അതിൻ്റെ വേറൊരു ക്ലാമ്പ് കൊണ്ടുവന്ന് അതിലൊക്കെ പിടിപ്പിച്ച് എന്നിട്ടാണ് കേട്ടോ നമ്മൾ ബാക്കിയുള്ള പരിപാടികളൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത്. നമുക്ക് ചോറ് കുറച്ച് വെന്ത് വരാൻ സമയം എടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് നമുക്ക് സമയം മാറ്റി വെക്കാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഞാൻ രാവിലെ തന്നെ ആ ജോലി അങ്ങോട്ട് ചെയ്തു കേട്ടോ. അതിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നാൽ മനസ്സിലാവുമല്ലോ വിചാരിച്ചു. പിന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണുന്ന ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി കേട്ടോ. ഞാൻ അതിനൊരു വീഡിയോ ആയിട്ട് ചെയ്യുന്നതായിരിക്കും. അങ്ങനെ നമ്മൾ ആവശ്യമുള്ള ചോറൊക്കെ ഒന്ന് റെഡിയാക്കിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ അവന് പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള ബാഗ്. കഴിഞ്ഞ പോലെ അവന് ബാഗ് വാങ്ങിയിട്ടുണ്ടായിരുന്നില്ല, അക്ഷയുടെ ബാഗായിരുന്നു അവൻ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നത്. അതിപ്പോൾ കയറിയപ്പോൾ ഇപ്രാവശ്യം ബാഗ് വാങ്ങിയിട്ടോ. അല്ലാണ്ട് വേറെ വാട്ടർ ബോട്ടിൽ, ടിഫൻ ബോക്സ് ഇതൊന്നും ഇപ്രാവശ്യം വാങ്ങിയിട്ടില്ല കേട്ടോ. അതൊക്കെ അവനുണ്ട്, ബാഗ് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ. അങ്ങനെ ഞാൻ അവനുള്ള ചോറും വെള്ളമൊക്കെ ഒന്ന് ആക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ പതിവ് പോലെ തന്നെ സ്കൂൾ തുറന്ന അവസ്ഥയ്ക്ക് വാരി കൊടുത്തില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ചു ആൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ നമ്മുടെ ബാഗിൽ ബുക്കും അതുപോലെ തന്നെ ഭക്ഷണവും വെള്ളവും ഒക്കെ ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ 10 മാസം നമുക്ക് തിരക്ക് പിടിച്ച ജോലിയായിരിക്കും. അങ്ങനെ നമ്മുടെ അശ്വിൻ റെഡി ആയിട്ടുണ്ട് സ്കൂളിൽ പോകാൻ വേണ്ടിയിട്ട്. അങ്ങനെ നല്ല ഉഷാറോടെയൊക്കെ പോകുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ കുറേ ദിവസത്തിന് ശേഷം കൂട്ടുകാരെയൊക്കെ കാണാൻ പോകുമല്ലേ, ആ ഒരു സന്തോഷത്തിലാണ് കേട്ടോ നമ്മുടെ ആൾ. ഇപ്പോൾ അക്ഷയ്ക്ക് ക്ലാസ്സൊന്നും തുടങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്കും ടാറ്റ തന്നിട്ട് അശ്വിൻ പോവുകയാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ രാവിലത്തെ ജോലികളൊക്കെ ഏകദേശം തീർന്നു. അതുപോലെ തന്നെ അശ്വിൻ്റെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവൻ ഇന്ന് മുതൽ സ്കൂളിലേക്ക് പോകാം കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് രണ്ടാൾക്ക് ടാറ്റയൊക്കെ തന്നിട്ട് നമ്മുടെ അശ്വിൻ പോയി കേട്ടോ.